Hi friends and welcome back to Ziyas Recipes. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ ഡോണറ്റ് എന്ന് പറഞ്ഞത് ഒരു ബാറ്റർ കൊണ്ട് തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഡോണറ്റും അതുപോലെ തന്നെ വാനില ഫ്ലേവറിലുള്ള ഡോണറ്റും ആണ് തയ്യാറാക്കുന്നത്. ഒരേ സമയത്ത് നമുക്ക് രണ്ട് ഫ്ലേവറിലുള്ള ഡോണറ്റ് തയ്യാറാക്കിയെടുക്കാം. മാത്രമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതും വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ 2 മെത്തേഡിൽ കാണിക്കുന്നുണ്ട്, ചോക്ലേറ്റും വാനിലയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് എടുത്തത്. നമുക്ക് ഒരു ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർപകുതി എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ കയ്യിൽ ഏത് ഈസ്റ്റാണോ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ മെഷർമെൻറ്റിൽ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ബട്ടർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇതേ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. രണ്ടിനും ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മളെ ഡോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ബാക്കി കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം ടോട്ടൽ പാലും വെള്ളം കൂടിയും 1 കപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറേശ്ശെ മാത്രം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് കുഴക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ മധുരം മേലേക്ക് പൊങ്ങി വരണം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ ഈ ഡോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിൽ വാനില ഫ്ലേവറിന് വേണ്ടി നേർപകുതി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ടവൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. എന്തായാലും എയർ ഒട്ടും തന്നെ അകത്തേക്ക് കടക്കാത്ത രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ഡോ നല്ല സോഫ്റ്റായിട്ടും പൊങ്ങി വരുള്ളൂ. ഇനി നെക്സ്റ്റ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറിലുള്ള ഒരു ഡോണറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മിൽക്കും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നന്നായി കുഴച്ചതിന് ശേഷമല്ല ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് മെനക്കെട്ട് 5 മിനിറ്റ് കുഴച്ചാൽ തന്നെ നല്ലൊരു ചോക്ലേറ്റ് ഡോ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റാപ്പ് വെക്കാണ്. റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നനഞ്ഞ തുണി ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിതിൽ കാണിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള ഡോണറ്റ് തയ്യാറാക്കലാട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് നേരം ഒന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഈക്വലായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഡോണറ്റ് തയ്യാറാക്കാം. ഒരു ബോൾസ് ഇട്ടിട്ട് സാധാരണ നമ്മളൊന്ന് പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മാത്രം. എന്നിട്ട് നടുഭാഗത്ത് ഇതുപോലത്തെ നോസിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ചെറുമാതിരി രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ ഇട്ട് കൊടുക്കണ്ട, പിന്നെ അത്യാവശ്യം കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് പരത്തിയെടുക്കുക. അപ്പോൾ ഇതേമാതിരി തന്നെയാണ് ഞാൻ ചോക്ലേറ്റിൻ്റെ ഡോണട്ട്സും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് എല്ലാം പരത്തി വെച്ചതിന് ശേഷം ലാസ്റ്റാണ് ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് എയറൊന്നും അധികം കിടക്കാതെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റാപ്പ് വെച്ചിട്ട് എല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി ഇട്ട് കൊടുത്താലും മതി. നെക്സ്റ്റ് നമുക്ക് ഈ ഡോണട്ട്സ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മുങ്ങി പൊന്താനുള്ള ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായി വരണം. ചൂടായതിന് ശേഷം മാത്രം ഡോണട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. തിരിച്ചും മറിച്ചും ഇളക്കിയൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഉൾഭാഗം അത്യാവശ്യം കട്ടിയുണ്ട്, അപ്പോൾ അത് ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല ഹൈറ്റിൽ നല്ല പൊങ്ങി വരുന്ന നല്ല ഡോണട്ട്സ് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു കളറിൽ ഈ ഒരു രീതിയിലാണ് ഞാനിത് ഓരോന്നും കോരി മാറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ വാനില ഫ്ലേവറിലുള്ള ഡോണട്ട്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഡോണട്ട്സും ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. വാനില ഫ്ലേവറിലുള്ള ഡോണട്ട്സാണിത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വാനില ഫ്ലേവറിലുള്ള ഡോണട്ട്സ് നമ്മൾ ഒരുപാട് അങ്ങോട്ടേക്ക് കരിഞ്ഞു പോകുന്ന രീതിയിൽ ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു കളറിൽ ഗോൾഡൻ കളറിൽ ചെയ്തെടുക്കാം. ഇനി വാനില ഫ്ലേവറിലുള്ള ഡോണട്ട്സിൽ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടുകൂടെ തന്നെ ചെയ്തെടുക്കുക, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുകൾ ഭാഗത്തൊക്കെ നല്ല ഒട്ടി കിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഡോണട്ട്സ് വൈറ്റ് ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതും ഇതുപോലെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂടോട് കൂടെ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുക. ഈ മെത്തേഡിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെറിയ ഡെക്കറേഷൻസാണ് ചെയ്യുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലൂടെ ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻസ്. പിന്നെ ഒരു ഡെക്കറേഷൻസ് വേണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആവണം. ചോക്ലേറ്റും ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം. അപ്പോൾ അതാ സെറ്റായിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ സെറ്റായി തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണട്ട്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ വീട്ടിൽ നിന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.